എല്ലാ അർത്ഥത്തിലും ഞാൻ ഈ പറഞ്ഞ ഒരു കാര്യം, ഗവൺമെന്റ് വിദ്യാഭ്യാസ സംവിധാനമേ വേണ്ട. നിങ്ങൾ എന്തിനാണ് പൈസ ചെലവാക്കുന്നത്? സ്വകാര്യ മൂലധന നിക്ഷേപം വന്ന് വിദ്യാഭ്യാസം കൈകാര്യം ചെയ്യുമ്പോൾ പിന്നെ നിങ്ങൾ ചെലവാക്കേണ്ട കാര്യമുണ്ടോ? അതുപോലെ തന്നെ ആരോഗ്യ മേഖലയിൽ നിങ്ങൾ എന്തിനാണ് ഗവൺമെന്റ് ആശുപത്രി തുടങ്ങുന്നത്? എന്തിനാണ് അത് തുടരുന്നത്? അതെല്ലാം പ്രൈവറ്റ് മേഖലയിൽ കൊടുത്താൽ പോരെ? ഇതാണ് അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം. അതിന് ഞങ്ങൾ അന്നും എതിരാണ്, ഇന്നും എതിരാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സുതാര്യമായ അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ തുല്യതയും പൊതുവിദ്യാഭ്യാസ സംവിധാനത്തിന്റെ ഇടവും കൃത്യമായിട്ട് അംഗീകരിച്ചുകൊണ്ട് മാത്രമേ അതിന്റെ അപ്പുറത്ത് ഏതിനെയും സ്വീകരിക്കാൻ പറ്റുള്ളൂ. വിദേശ CPIM എന്ന് പറയുന്ന പാർട്ടി വിദേശ സർവകലാശാല ഉൾപ്പെടെയുള്ള നിലപാടുകളെ അങ്ങനെ അംഗീകരിച്ചിട്ടില്ല. ഞങ്ങൾ അംഗീകരിച്ചിട്ടൊന്നുമില്ല. ഇന്നും അംഗീകരിച്ചില്ല, അന്നും അംഗീകരിച്ചിട്ടില്ല. ഞങ്ങളുടെ നിലപാടല്ല ഇവിടെ നടപ്പിലാക്കുന്നത് പ്രത്യേകം എഴുതിക്കോ. അല്ല, നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല. ഇതിനൊരു നിലപാടുണ്ട്, നയപരമായ. അതാ ഞാൻ പറഞ്ഞത്, ഇതിൽ പ്രഖ്യാപിച്ചിട്ടില്ല. പ്രഖ്യാപിച്ചത്. ചർച്ച നടത്തട്ടെ, നിങ്ങളെല്ലാം കൂടി ചർച്ച നടത്ത്. നമ്മുടെ മാധ്യമങ്ങളും അതുപോലെ തന്നെ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിക്കാരും എല്ലാവരും കൂടി ചേർന്ന ഒരു വിശദമായ ചർച്ച നടക്കട്ടെ. അതിലിപ്പോ വിദ്യാർത്ഥി സംഘടനകളുണ്ട്, അധ്യാപക സംഘടനകളുണ്ട്, അവരെല്ലാം പറയട്ടെ. നമ്മുടെ ബഡ്ജറ്റിൽ എന്താ വന്നത്? വിൽ എക്സാമിൻ പരിശോധിക്കണം. പരിശോധിക്കും. അല്ല, ഇതൊക്കെ നാടിന്റെ മുമ്പിൽ വരുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇന്ത്യ ഗവൺമെന്റിന്റെ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായിട്ട് സ്വകാര്യ മൂലധനത്തിന് ഊന്നൽ നൽകിയിട്ടുള്ളതാണ്. നമ്മൾ സ്വകാര്യ മൂലധനത്തിനല്ല നമ്മൾ നൽകുന്നത്, പൊതുവിദ്യാഭ്യാസത്തിനാണ് ഊന്നൽ. ആ പൊതുവിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് ഇനി എന്തൊക്കെ കാര്യങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് കൈകാര്യം ചെയ്യാമെന്നുള്ളൊരു തുറന്ന ചർച്ച വരട്ടെ എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതിപ്പോ വന്നിട്ടുണ്ട്, ഇനിയും തുടർച്ചയായിട്ട് വരട്ടെ. ഇപ്പൊ ഞങ്ങളിപ്പോ സ്വകാര്യ സർവകലാശാലയ്ക്ക് ഇപ്പൊ തന്നെ നാളെ തന്നെ അംഗീകാരം കൊടുക്കാനുള്ള നിലപാടൊന്നും സ്വീകരിക്കും. ഞങ്ങളിത് ഇപ്പോ എന്തെല്ലാം കാര്യം സെൻട്രൽ ഗവൺമെന്റിന്റെ ഈ എക്കണോമിക് പോളിസി ആയാലും എഡ്യൂക്കേഷൻ പോളിസി ആയാലും എല്ലാം എതിർത്തുകൊണ്ടാണല്ലോ മുമ്പോട്ടേക്ക് പോകുന്നത്. അങ്ങനെ എതിർക്കുന്നു എന്നുള്ളത് കൊണ്ട് കേരള ഗവൺമെന്റിന് ലഭിക്കേണ്ടിയിരുന്ന നിരവധിയായ തുകകൾ അത് വിവിധ തലങ്ങളിൽ നമുക്ക് ലഭിക്കാതിരിക്കുന്നു എന്നുള്ള പ്രശ്നം നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഒരു ഗവൺമെന്റ് എന്ന രീതിയിൽ എന്തൊക്കെ നിലപാടുകൾ സ്വീകരിക്കേണ്ടി വരും എന്നുള്ളതാണ് ചർച്ച ചെയ്യേണ്ടത്. അതാ കാര്യം. ഞങ്ങൾക്ക് ഇതിനെ സംബന്ധിച്ച് തർക്കമുണ്ട്, പ്രശ്നമുണ്ട് എന്ന് നിങ്ങൾ പറയണ്ട. ഇപ്പൊ ഓരോരുത്തരും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഞങ്ങൾക്കൊരു തർക്കത്തിനും പ്രശ്നമില്ല. ചോദിച്ചോ. ഞങ്ങൾക്ക് ഒരു നയവും തെറ്റിയിട്ടില്ല. ഗവൺമെന്റ് സംവിധാനം വേണ്ട, എല്ലാം സ്വകാര്യവൽക്കരിക്കണം എന്നതാണല്ലോ ആഗോളവൽക്കരണം. ഞങ്ങളുടെ നയം എന്താ? വളരെ ലളിതമാണ് നയം. ഇതാണ്, ഗവൺമെന്റ് സംവിധാനം വേണ്ട എന്നല്ല, ഗവൺമെന്റ് സംവിധാനം വേണം. മറ്റെവിടെയും ഇല്ലാത്ത രീതിയിലുള്ള എയ്ഡഡ് സംവിധാനം വേണം. അത് എയ്ഡഡ് സംവിധാനം എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് മൂലധനം തന്നെയാണല്ലോ ഉപയോഗിക്കുന്നത്. ഇപ്പൊ തുടങ്ങിയത് 57 മുതലാണ്. ഇങ്ങനെ ഓരോന്നിന്റെയും മേലെ കൃത്യതയോടുകൂടി സുതാര്യമായും തുല്യതയും അംഗീകരിച്ച് നേരത്തെ പറഞ്ഞ പൊതുവിദ്യാഭ്യാസ സംവിധാനത്തെ നിർത്തി അതിന്റെ ഒപ്പം തന്നെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇത് വിദ്യാഭ്യാസ മേഖലയിൽ. ഇത് തന്നെയാണ് ആരോഗ്യ മേഖലയിൽ. ആഗോളവൽക്കരണത്തിൽ അമേരിക്ക പ്രശ്നം എന്തായിരുന്നു? അമേരിക്കയുടെ പ്രശ്നം കോവിഡ് വന്നപ്പോ ഗവൺമെന്റ് സംവിധാനം വേണ്ട. എന്തിനാണ് ഗവൺമെന്റ് ഡോക്ടർ? എന്തിനാണ് ഗവൺമെന്റ് ആശുപത്രി? എല്ലാം സ്വകാര്യ. നിങ്ങൾ ഇൻഷുറൻസ് എടുത്തോ, പ്രീമിയം അടക്ക്, ആജീവനാന്തം നിങ്ങൾക്ക് ചികിത്സയായി. അങ്ങനെ വന്നപ്പോഴാണ് കോവിഡ് വന്നപ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചത് അമേരിക്കയിൽ. ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ചത് അവിടെയാ. കാരണം സ്വകാര്യമായിട്ട് ചികിത്സിക്കാനുള്ള സംവിധാനം എവിടെയാ ഏൽപ്പിക്കാൻ സാധിക്കുക? ലക്ഷക്കണക്കിന് ആൾക്ക് രോഗം പിടിപെട്ടാൽ കേരളമാണ് അതിന് മാതൃകയായിട്ട് അവർ തന്നെ കണ്ടത്. അമേരിക്ക തന്നെ കണ്ടത്. ഒരു രാജ്യമായിട്ടാണ് കേരളത്തെ അവർ അവതരിപ്പിച്ചത്. അപ്പോ സ്വകാര്യവൽക്കരണത്തിന്റെ ഭാഗമായി ഗവൺമെന്റ് ആശുപത്രിയും വേണ്ട, ഡോക്ടറും വേണ്ട എന്ന് പറഞ്ഞവർക്ക് പലർക്കും, സ്വീഡൻ ഉൾപ്പെടെയുള്ളവർക്ക് അത് മാറ്റേണ്ടി വന്നു. ഞങ്ങൾ ഇവിടെ അത് തന്നെയാണ് പറയുന്നത്. ഇവിടെ സ്വകാര്യ മേഖലയിൽ മൂലധന നിക്ഷേപമുണ്ട് വിദ്യാഭ്യാസത്തിന്. സാർവദേശീയ തലത്തിൽ ഇപ്പോഴും ഒരു അംഗീകരിച്ചുകൊണ്ടിരിക്കുന്ന നിലപാട് വെച്ചിട്ട് ഒരാളുടെയും അംഗീകാരമില്ലാതെ തന്നെ, കേരളത്തിന്റെ ഒരു അംഗീകാരമില്ലാതെ തന്നെ കേരളത്തിൽ വിദേശ സർവകലാശാല തുടങ്ങാം. യാതൊരു അംഗീകാരവും വേണ്ട. ആ തരത്തിലാണ് അതിന്റെ നിയമം. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നം ഇവിടെ കേരളത്തിൽ സംബന്ധിച്ചിടത്തോളം പൊതുവിദ്യാഭ്യാസ നയത്തിന്റെ, അതായത്
പൊതുവായിട്ടുള്ള ഇടങ്ങളെ നിലനിർത്തിക്കൊണ്ട് തന്നെയും അതുപോലെ സുതാര്യയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടും അതുപോലെ ഈ പറയുന്ന തുല്യതയും കൈകാര്യം ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെ ഈ വിദേശ സർവകലാശാല ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇന്നത്തെ പഴുതാണത് നമ്മളെ ഒരു ഡിമാൻഡല്ല, ഈ പഴുത് എങ്ങനെ നമുക്ക് ഫലപ്രദമായിട്ട് ഉപയോഗിക്കാനാവും എന്നുള്ളതാണ് ചർച്ച ചെയ്യേണ്ടത്. അത് കേരളീയ സമൂഹം ചർച്ച ചെയ്യണമെന്നാണ് പറഞ്ഞത്.